ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഈ ഒരു തമ്മിൽ കണ്ട പോലെ തന്നെ ഞാൻ എങ്ങനെയാണ് ഈ ഒരു ലുക്കിലേക്ക് വന്നത് എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം ഓണം അതുപോലെ തന്നെ ബാക്കി ഇപ്പം വെഡിങ് സീസൺസ് ഒക്കെ വരികയാണ്. നമുക്ക് ഒരുങ്ങിയിട്ട് പോകണല്ലേ, എന്തായാലും തന്നെ വീട്ടിൽ നിന്നിട്ട് അടിപൊളിയായിട്ട് റെഡി ആവാവുന്നതേ ഉള്ളൂ. സോ ഫുൾ ലുക്ക് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് എല്ലാം ഞാൻ ഉപയോഗിച്ച എല്ലാ പ്രൊഡക്ട്സും 500 ബിലോ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. നിങ്ങൾക്ക് അതുകൊണ്ട് അഫോർഡബിൾ റേഞ്ചിൽ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇതിലും അഫോർഡബിൾ ആയിട്ടുള്ള മേക്കപ്പ് ലുക്ക് വേണമെങ്കിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം, നമുക്കത് ചെയ്തെടുക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ. സ്കിന്നിന് നല്ല ഹൈഡ്രേഷൻ കൊടുക്കാനും ഫുൾ ഡേ ഒരു ഗ്ലോയി ആൻഡ് ഹൈഡ്രേറ്റിംഗ് ഫിനിഷ് കൊടുക്കാനുമായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു സിറം യൂസ് ചെയ്യുന്നുണ്ട്. ലോറിയലിൻ്റെ ഹൈലറോണിക് ആസിഡ് സിറമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ പോൺസിൻ്റെ മോയ്സ്ചറൈസറും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡേ ടൈമിലായിരിക്കും എല്ലാ ഫംഗ്ഷനും നടക്കുന്നുണ്ടാവുക, അതുകൊണ്ട് നിങ്ങൾ സൺസ്ക്രീൻ ഒരിക്കലും മിസ്സാക്കാൻ വേണ്ടി പാടില്ല. ദെൻ ഞാനിവിടെ ഫേസസ് കാനഡയുടെ ഒരു ടിൻറ്റ് എടുക്കുന്നുണ്ട്. ഇത് ഡോട്ട് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ അപ്ലൈ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് ബ്ലെൻഡ് ചെയ്ത് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ ബ്ലെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് ചെയ്താൽ മതിയാകും. എനിക്ക് പക്ഷേ BB ക്രീമൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൈനെ കൊണ്ട് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എൻ്റെ ഫേസിലേക്ക് നന്നായിട്ട് അത് ബ്ലെൻഡ് ആകുന്നത് പോലെ തോന്നാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പഞ്ചോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കഴുത്തിലും കൂടി ഇട്ട് കൊടുക്കാം, കാരണം കഴുത്തിലിട്ടിട്ടില്ലേ നമുക്ക് കഴുത്തും മുഖവും വേറെ വേറെ കളറായിട്ട് തോന്നും. ഞാൻ പക്ഷേ മെയിനായിട്ട് ഈ ഒരു BB ക്രീമൊക്കെ യൂസ് ചെയ്യാറ് എന്തെങ്കിലും നൈറ്റുള്ള ഫംഗ്ഷൻസ് വരുമ്പോഴാണ്. ഡേ ടൈമിൽ ഇത് കുറച്ചുകൂടി ഓക്സിഡൈസ് ആക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അടുത്തതായി ഷുഗറിൻ്റെ ഒരു ലിപ്പ് പ്രൈമറാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് നമ്മുടെ ലിപ്പിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, കാരണം നല്ലോണം ഗ്ലൈഡ് ചെയ്ത് നിൽക്കാനും ലോങ് ലാസ്റ്റ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും. ജസ്റ്റ് ഹെർബ്സിൻ്റെ ബ്ലഷാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ബ്ലഷ് നമുക്ക് നല്ലൊരു ഗ്ലോയിങ് ആയിട്ടുള്ള നമ്മളെ ഭയങ്കര ഒരു ഫ്രഷ് ലുക്ക് തരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അടുത്തതായിട്ട് നമുക്ക് ഐ മേക്കപ്പ് ചെയ്ത് തുടങ്ങാം. ഞാൻ സ്വിസ് ബ്യൂട്ടിൻ്റെ ഒരു പാലറ്റാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഒരു കോറൽ ഷെയ്ഡ് എടുത്തിട്ട് ആദ്യം തന്നെ ബേസ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ആഷ് ടു ബ്ലാക്ക് കളറിൽ നമുക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അടിയിൽ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എവിടെയാണോ ഐലൈനർ അല്ലെങ്കിൽ എന്തെങ്കിലും ഏത് കൊടുക്കുക ഉദ്ദേശിക്കുന്നത് അവിടെ വെച്ചിട്ട് അങ്ങോട്ടേക്ക് മേലോട്ടേക്കൊന്ന് ജസ്റ്റ് സ്മഡ്ജ് ചെയ്ത് കൊടുത്താൽ മതി. എല്ലാം എൻ്റെ ഹാൻഡ്സ് ഉപയോഗിച്ചിട്ടാട്ടോ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഫേസസ് കാനഡയുടെ ഈ ഒരു കാജൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നല്ല ജെറ്റ് ബ്ലാക്ക് കളറാണ് നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്മൂത്ത് ആയിട്ട് ഗ്ലൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അത്യാവശ്യം ലോങ് ലാസ്റ്റും സ്മഡ്ജ് പ്രൂഫ് ഒക്കെയാണ്. എനിക്ക് ഭയങ്കരധികം ഇഷ്ടമായി. നിങ്ങൾക്ക് ആർക്കെങ്കിലും പുതിയൊരു കാജൽ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാം. ഐ തിങ്ക് ഇത് 200 ബിലോ ആണ് പൈസ വരുന്നതെന്ന്. പക്ഷേ നല്ല ഒരു കാജലാട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ഒരു ആഷ് കളർ ഷെയ്ഡ് വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള കാജലിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഒരു സ്മഡ്ജ് ലുക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ മുന്നേ തന്നെ എൻ്റെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ മുകളിലായിട്ട് ഐ ഷാഡോൻ്റെ മേലെയായിട്ട് ഞാനൊരു ഹൈലൈറ്റർ പോലത്തെ ഒരു സംഭവം അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് സൂഡിയോടെ ആണ്. അത് തന്നെ വെച്ചിട്ട് ചീക്സിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് ആക്ച്വലി ചീക്ക് ഹൈലൈറ്റർ ആയിരുന്നു കേട്ടോ. നമുക്ക് ഐസിലും കൂടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതും സൂഡിയോയുടെ ഒരു എന്താ പറയുക ടിൻറ്റാണ്. അതാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. മെബലിൻ്റെ ഒരു മസ്കാര കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ഈ മസ്കാര ഒരു 2-3 കോട്ട് വെച്ചാൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ലാഷസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നല്ല വോളിയത്തിലും ലെങ്ത്തിലും നമുക്ക് കിട്ടും. പിന്നെ നമുക്കൊരു കുഞ്ഞു പൊട്ടും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മുടിയൊക്കെ കെട്ടി വരാം. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ലുക്ക്. നിങ്ങൾക്ക് ഈ ലുക്ക് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വരുന്ന സീസൺസിൽ. അപ്പോൾ അത്രയുള്ള വീഡിയോ. ബൈ.